ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകൾ, രാവുകൾ, അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ എല്ലാ പുണ്യങ്ങളും അല്ലാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും പൂർണ്ണമായ നിലക്ക് നൽകട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ആസ്പദമാക്കി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് വരികയാണ് നമ്മൾ. നല്ല കാര്യങ്ങൾ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ഭക്ഷണം കഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതുവരെ 2-3 ആഴ്ചകളിലായി സംസാരിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഉള്ള ആദാബുകളും മര്യാദകളും അത് ഏറെക്കുറെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പറയുന്നത് അതിന്റെ 2ാമത്തെ ഭാഗമാണ്. അൽ ഖിസ്മു സാനി ബി ആദാബിൻ ഹാലത്തൽ അഖ്ൽ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിച്ചിരിക്കേണ്ട അദബുകൾ ആണ്. وهو أن يبدأ بسم الله في أوله وبالحمد لله في آخره. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, പഠിച്ചു വെച്ചൊരു കാര്യമാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ പലപ്പോഴും പ്രാവർത്തികമാക്കുന്നതിന് നമുക്ക് അശ്രദ്ധ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ ഓർമ്മപ്പെടുത്തൽ. ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബയിൽ ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് എല്ലാ ഖതീബുമാരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത 26-ാം തീയതി വെള്ളിയാഴ്ചയും പറയൂ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ല, ഇനി വെള്ളിയാഴ്ച വേണ്ട എന്ന് സാധാരണ കരുതാറില്ല. എന്ന് മാത്രമല്ല, അത് ഖുത്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യന് വിഷയങ്ങൾ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ വളരെ നല്ലത്. അവസാനത്തിൽ അൽഹംദുലില്ലാഹ് എന്നും പറയണം. ഭക്ഷണം കഴിച്ചിട്ട്, വെള്ളം കുടിച്ചിട്ട് ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരായി പോലെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭക്ഷണം തന്നത്, അതിനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം അത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബൻ ثم സഖഖ്നൽ അർള ശഖ്ഖൻ فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ഒരു വല്ലാത്ത ബൃഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിൽ പരാമർശിക്കാത്ത വിഷയങ്ങളുണ്ടോ? മനുഷ്യൻ ഒന്ന് ചിന്തിക്കട്ടെ. ഇലാ തആമിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക്, അവന്റെ ആഹാരത്തിലേക്ക് എങ്ങനെയാണ് അവന് ആഹാരം മുന്നിൽ എത്തുന്നത്?
ഒരു പ്ലേറ്റ് ചോറ് അതിന്റെ കറിയൊക്കെ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. വെറും ഒരു അരിയും ചോറും മാത്രമല്ലല്ലോ, അത് പാകം ചെയ്യാൻ ഉപയോഗിച്ച, കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ. പാകം ചെയ്താൽ മാത്രം പോരാ, പാകം ചെയ്ത ഉരുളിയിലും അതുപോലെ വലിയ ബിരിയാണി ചെമ്പും എടുത്തിട്ട് ആളുകൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേറെ തന്നെ സംവിധാനം ആവശ്യമാണ്. പ്ലേറ്റുകൾ വേണം. കറി അത് ഒഴിക്കാൻ വേറെ പാത്രം വേണം. കറി കോരാൻ നമ്മൾ നേരത്തെ പാകം ചെയ്യുമ്പോൾ ഉപയോഗിച്ച വലിയ ഇതുണ്ടാവും കോരി, അത് പറ്റുമോ? ഇല്ല. അതിന് വേറെ തന്നെ ചെറിയ സ്പൂണുകൾ വേണം. അങ്ങനെ ഓരോ സാധനങ്ങളും ആ സദ്യയിൽ ഉള്ള ഓരോ വിഭവങ്ങളും വിളമ്പിക്കൊടുക്കാൻ ആവശ്യമായ അനുയോജ്യമായ പാത്രങ്ങൾ വേണം. ഒരു വലിയ തടവെ കൊണ്ടുവന്നിട്ട് കുറച്ച് അച്ചാർ വിടുമ്പോ ഇല്ല, അപ്പൊ അച്ചാറിന് വേറെ തന്നെ ഒരു സാധനം വേണം. അപ്പൊ ഈ പാത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ ആവശ്യമായ അതിന്റെ മെറ്റീരിയൽസുകളും അതിന്റെ ലോഹങ്ങളും എല്ലാം വേണം. അതൊക്കെ ആര് തന്നതാ? എല്ലാം അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചതാണ്. അതിന് ഇരുമ്പിന്റെ ആവശ്യമുണ്ട്. വഅൻസൽനൽ ഹദീദ്, നമ്മൾ ഇരുമ്പിനെ ഇറക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ആകാശത്തേക്ക് വീഴലല്ല. അൻസല എന്ന് പറഞ്ഞാൽ മേലെ ഇങ്ങോട്ട് താഴെട്ടിടുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇരുമ്പ് കണ്ടുപിടിച്ച് ഇരുമ്പ് നിർമ്മിക്കാൻ ആവശ്യമായ ഇരുമ്പയിര് അത് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു. അതിനുള്ള സെറ്റപ്പുകൾ ഈ ഭൂമിയിൽ ചെയ്തു എന്നാണ് അൻസൽനൽ ഹദീദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സൂറത്തുൽ ഹദീദ്, അൽ ഹദീദ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് അധ്യായം, ഇരുമ്പ്. അതെല്ലാം ഉള്ളതിന്റെ പുറമെ ഈ പാത്രങ്ങളും മറ്റു എല്ലാ സാമഗ്രികളും ഉണ്ടായിട്ട് കാര്യമില്ല. അരി കിട്ടിയില്ല, എന്താ ചെയ്യാ? അപ്പൊ അരി വേണം. കറി വെക്കാനുള്ള സാമഗ്രികൾ വേണം, അതിന്റെ വസ്തുക്കൾ വേണം, മത്സ്യം വേണം, മാംസം വേണം. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നു. ഇവിടെ അല്ലാഹു പ്രത്യേകം ഈ സൂറത്തിൽ ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു മനുഷ്യനെ ഉണർത്തുകയാണ്. എങ്ങനെയോ കാലികൾ തിന്നുന്നത് പോലെ, മറ്റു ജീവികൾ തിന്നുന്നത് പോലെ വാരി വലിച്ചു തിന്ന് അങ്ങ് പോയാൽ പോരാ. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തഅമി, മനുഷ്യനോടാണ് ചിന്തിക്കാൻ പറഞ്ഞത്. ഇവിടെ പോത്തുകളും മറ്റ് ജീവികളെല്ലാം തിന്നുന്നുണ്ട്, പക്ഷെ ഒരു ജീവിയോടും അതിനെപ്പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അതിനെ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്ത് ചെയ്യാനല്ല, അതിനെ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ നാട് നിർമ്മിക്കാനല്ല. അതിനെക്കൊണ്ട് ചില ഉപകാരങ്ങളുണ്ട്, അതിന്റെ ഉപകാരങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. മനുഷ്യനോട് പ്രത്യേകം ചിന്തിക്കാൻ പറഞ്ഞു. വൽയൻദുരിൽ ഇൻസാനു ഇലാ തഅമി, മനുഷ്യൻ അവന്റെ ആഹാരത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബാ, ആദ്യമായി ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ അരിയും ഗോതമ്പും മുത്താറിയും മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ ഭൂമിയിൽ മുളയ്ക്കണമെങ്കിൽ വെള്ളം ആവശ്യമല്ലേ? അന്നാ സബബ്നൽ മാഅ സബ്ബൻ, നമ്മൾ വെള്ളത്തെ ചൊരിച്ചു, ഒരു ചൊരിക്കൽ ചൊരിച്ചു. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ, അങ്ങനെ ഭൂമിയിൽ മഴ വർഷിച്ച് ഭൂമി ഒന്ന് വീർത്തു, നനഞ്ഞു കുളിച്ചു. ആ ഭൂമിയെ നമ്മൾ ശഖ് ചെയ്തു, കീറി. വശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബൻ വഖദ്ബൻ വസൈതൂനൻ വനഖ്ലൻ വഹദായിഖ ഗുൽബാ. എന്നിട്ട് നമ്മള് ഭൂമിയിൽ നിന്ന് ഓരോ സാധനങ്ങളെയും, നെല്ലും
ഗോതമ്പും അതുപോലെ കശുമാവും അതുപോലെ മറ്റ് എന്തെല്ലാം വിഭവങ്ങളാണോ അതിന്റെ ഒക്കെ സസ്യങ്ങളും ചെടികളും മരങ്ങളും നമ്മൾ മുളപ്പിക്കുകയാ, ഭൂമിയെ കീറുകയാ, അതിൽ നിന്ന് ആ ഭൂമിയിലേക്ക് വേരിറങ്ങുകയാണ്, അതിന്റെ പൊടിപ്പ് മേലേക്ക് ഉയർന്നു വരികയാണ്, അതിന്റെ തളിർ. അങ്ങനെ മുന്തിരിയും അതുപോലെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഭൂമിയിൽ നമ്മൾ മുളപ്പിച്ചു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓരോ നേരത്തെ ഭക്ഷണവും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള ആ മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആ ചിന്ത ഇങ്ങനെ വരണം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാതെ ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് കാര്യമായി വലിയൊരു സദ്യക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് ബദാം പരിപ്പ് ഇങ്ങനെ ആരോ വിതരണം ചെയ്ത് നോക്കാം, ഈരണ്ടാതെ അത് പാടും വയറല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടുള്ളൂ, മറ്റു ജീവികളിൽ നിന്നും പോലെ. വലൗ ഖാല മഅ കുല്ലി ലുഖ്മത്തിൻ ബിസ്മില്ലാഹി വഹുവ ഹസനുൻ, എല്ലാ പിടി ഭക്ഷണത്തോടുകൂടെയും ബിസ്മില്ലാഹി ചൊല്ലുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഭക്ഷണത്തോടുള്ള പ്രത്യേകം നന്നായിട്ട് വ്യസനിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തോടുള്ള ആ ആർത്തിയും താല്പര്യവും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവനെ തടയാതിരിക്കാൻ, ഏർപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി ഓരോ പിടി ഭക്ഷണത്തിന്റെ കൂടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ നല്ലതാണ്. ഒന്നാമത്തെ പിടിയോടുകൂടെ ബിസ്മില്ലാ എന്ന് ചൊല്ലുക, രണ്ടാമത്തേനോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാൻ, മൂന്നാമത്തേനോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അല്ല, എല്ലാത്തിന്റെ കൂടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ അത് വളരെ നല്ലതാണ്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ സ്വന്തം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് സുന്നത്ത് ഐനാണ്. ഒരു സമൂഹം ഇരുന്ന് ഒരു സദ്യയിൽ കുറെ ആളുകൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ സുന്നത്ത് കിഫായ ആണ്. ഫർള് കിഫായയും സുന്നത്ത് കിഫായയും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഫർള് കിഫായ ഉദാഹരണത്തിന് ഫർള് ഐനാണ് 5 വക്ത് നിസ്കാരം. അത് അബ്ദുള്ള നിസ്കരിക്കണം, അഹമ്മദ് നിസ്കരിക്കണം, ഞാൻ നിസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം. അതേ സമയത്ത് ഈ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു. എന്നാൽ ആ മയ്യിത്ത് കുടിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ആ മയ്യിത്തിന്റെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യൽ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ചെയ്യൽ നിർബന്ധമില്ല. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഇദാ ഖാമ ബിഹി മൻ ബിഹി കിഫായത്തുൻ സഖത്തൽ ഹർജു അനിൽ ബാഖീൻ, അതിന് പറ്റുന്ന ഒരാളെങ്കിലും അത് നിർവഹിച്ചാൽ മറ്റുള്ള എല്ലാവരും തൊട്ടും എന്ത് ചെയ്യും, ആ ഫർള് ഒഴിവാക്കിയ കുറ്റം അങ്ങ് ഒഴിവായി പോകും. ഫർളിന്റെ കാര്യം സുന്നത്ത് ആകുമ്പോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അപ്പൊ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാള് ചൊല്ലിയാൽ അവിടെ ബാധ്യത ഒഴിവായി. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ള ഒരു സുന്നത്തായ കർമ്മം, ആ കർമ്മം നിർവഹിച്ചില്ല എന്ന ഒരു ആക്ഷേപം അവിടെ ഒഴിവാകും. അതേ സമയത്ത് ഒരാള് കൂട്ടത്തിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റത്ത് പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാരും ബിസ്മി ചൊല്ലിയാല് നമ്മൾ ഫൈനൊന്നും നടക്കേണ്ടി വരില്ല, എല്ലാവർക്കും കൂലി കിട്ടും. നേരത്തെ പറഞ്ഞത് സുന്നത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ള സുന്നത്ത് ഒഴിവാകും. ആ സുന്നത്ത് എടുക്കാത്ത ആക്ഷേപം വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂലി കിട്ടണമെങ്കിൽ ഓരോരുത്തരും ചെന്ന് ചെല്ലണം. പിന്നെ മറ്റൊരു കാര്യം, ഫർള് കിഫായയും സുന്നത്ത് കിഫായയും പറഞ്ഞത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഫർള് കിഫായ എന്ന് പറയുന്നത് അതുപോലെ സുന്നത്ത് എല്ലാവരുടെ മേലും ആണ് ഫർളാകുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണല്ലോ, എല്ലാവരുടെ മേലും ആണ്
നിർബന്ധമാകുന്നത്. എല്ലാവരുടെയും ആണ് എന്താണ് സുന്നത്താകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് നിർബന്ധില്ലല്ലോ, മുപ്പരൊരിക്കൽ എനിക്ക് നിർബന്ധില്ല, എനിക്ക് നിർബന്ധില്ലല്ലോ, പിന്നെ നടക്കൂല. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്, എല്ലാവരോടും തേട്ടമുണ്ട്. എല്ലാവരും വില നിർബന്ധമാണ്. പക്ഷെ ഒരാൾ ചെയ്താൽ എന്തായി, ബാക്കിയുള്ള കുറ്റം ഒഴിവായി. അപ്പോ പറഞ്ഞു ഈ പായല്ലേ നമുക്ക് ശ്രദ്ധിക്കാതിരുന്നൂടാ. ഈ കുറ്റ്യാടി പ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് അതിന്റെ ശറഇന്റെ നിയമപ്രകാരം കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അത് മറവുകയും ഒക്കെ ചെയ്ത നിസ്കാരമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു ചിന്ത ആവശ്യമുണ്ട്. നമുക്കൊരു ബോധ്യം വരണം, ആ മയ്യത്തിന്റെ കർമ്മങ്ങളെ നിർവഹിച്ചിട്ടുണ്ട്, നമുക്ക് പ്രശ്നമില്ല. ആരും ചെയ്യാതെ പോയാലോ എല്ലാവരും കുറ്റക്കാരാവും. അതാണ് ഫർദ് കിഫായന്റെ സ്വഭാവം. അതുപോലെ സുന്നത്ത് കിഫായന്റെ സ്വഭാവം അങ്ങനെയാണ്. കൂട്ടത്തിൽ ഒരാള് ചെയ്താൽ എന്ത് ചെയ്യും, മറ്റുള്ളവരെ തൊട്ട് ആ സുന്നത്ത് ഒഴിവാക്കി നല്ല ആക്ഷേപം ഇല്ലാതായി പോകും. കൂലി കിട്ടണമെങ്കിൽ എല്ലാവരും ചെയ്യണം, ബിസ്മി ചൊല്ലണം, അതുപോലെ സുന്നത്ത് കിഫായായ കാര്യം ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ويأكل باليمنى ويبدأ بالملح ويختم به ويصغر اللقمة. വലത് കൈ കൊണ്ട് തന്നെ തിന്നണം. വലത് കൈ കൊണ്ട് തന്നെ തിന്നണം. വലത് കൈയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്, ഇടത്തെ കൈ പിടിച്ചിട്ട് സാൻഡ്വിച്ച് തിന്നുണ്ടാവില്ല. വലത് കൈ കൊണ്ട് തന്നെ തിന്നണം. കുടിക്കലോ അതും വലത് കൈ കൊണ്ട് തന്നെ ആകണം. ഇടത് കൈ കൊണ്ട് തിന്നുക എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവമല്ല, അത് പൈശാചിക സ്വഭാവമാണെന്ന് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലത് കൈ കൊണ്ട് തന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോ, പ്രത്യേക ഈ ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്ന ഭക്ഷണമാണെങ്കിൽ ഈ ചേമ്പ് അതുപോലത്തെ ഈ മണ്ണിൽ കിഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് ഗ്യാസ് ഉണ്ടാക്കും പലപ്പോഴും. അത് കഴിക്കുമ്പോ ആദ്യം കുറച്ച് ഉപ്പ് പാരുത്തുന്നുണ്ട, പ്രഷർ ഉണ്ടാവും. ഒരൽപ്പം ഉപ്പ് കൊണ്ട് തുടങ്ങുന്നത് നല്ലതാണ്. അതുപോലെ അവസാനത്തിലും എന്ത് ചെയ്യാം, ഒരൽപ്പം ഉപ്പ് തൊട്ട് നാവിൽമലാക്കുന്നത് നല്ലതാണ്. ഭക്ഷണ പിടി ചെറുതാക്കണം. കാരണം നമ്മൾ ഈ തിരക്കും പത്തപ്പാടും കൊണ്ട് ഭാര്യ മൃഗങ്ങളാണ് പലപ്പോഴും. അതനുസരിച്ച് കൊണ്ട് ദഹനം വൈകും. പള്ളയിലുള്ള കുറെ ഡ്യൂട്ടി നിർവഹിക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ സംവിധാനങ്ങൾ ഇതെന്തെങ്കിലും പറഞ്ഞു ചെറിയ സംഗതിയാണ്. ഭക്ഷണം കഴിച്ചതുപോലെ തന്നെ എന്ത് ചെയ്ത് ഭക്ഷണം പുറത്തേക്ക് പോവുകയാണെങ്കിൽ മഹൂമായ രോഗമാണ്, വലിയ പേടിക്കപ്പെടേണ്ട രോഗമാണ്. ഭക്ഷണം ദഹിക്കാതെ അങ്ങനെ തന്നെ പുറത്തു വന്നു. എത്ര വലിയ ദൃഷ്ടാന്തമാണ്. അല്ലാഹു തആല ഈ വയറ്റിന്റെ ഉള്ളില് നമ്മുടെ ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതും അപ്പൊ എന്ത് ചെയ്യണം, പരമാവധി ചവക്കുകയാണ് വേണ്ടത്. ചവച്ചി വെള്ളം പോലെ ആക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കുറച്ച് സമയം പിടിക്കും. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാല് മിക്സിയിൽ നമ്മൾ നിറയെ സാധനത്തിലാണോ അരക്ക, അങ്ങനെ നടക്കില്ല. ഈ വായിൽ കൊള്ളുന്ന നിറയെ വായിൽ കൊള്ളുന്ന അത്ര തന്നെ വായി എടുക്കരുത്. ചെറിയ ചെറിയ പിടികളാക്കി എടുത്ത് അത് പരമാവധി അരച്ച് അതിനാണ് നമുക്ക് അല്ലാഹു തആല പല്ല് തന്നത്. അരച്ചിട്ട് വളരെ നൈസാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയാകുമ്പോ നല്ല ദഹനം കിട്ടും, നല്ല മോഷൻ ലഭിക്കും, നല്ല ആശ്വാസം ഉണ്ടാവും. പലപ്പോഴും പല രോഗങ്ങളും ശാരീരിക ക്ഷീണവും അലസതയും എല്ലാം ഉണ്ടാകുന്നത് മലബന്ധം കാരണമായിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം, ശോധന കിട്ടാൻ, മോഷൻ കിട്ടാൻ ആവശ്യമായ സംഗതികൾ എന്താണോ അത് ചെയ്യണം. രാത്രി ഭക്ഷണം കഴിച്ചാല് ഒരു 40 ചവിട്ടടിയെങ്കിലും നടക്കണമെന്നാണ്. കുറച്ചൊന്നും നടന്നാൽ ചേർന്നാ ഇപ്പൊ നിസ്കരിച്ച് ഒരേലൊക്കെ നടന്നു പോയതിന്റെ സംഗതി ഒന്ന് നടക്കണം. അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ രാത്രി ഭക്ഷണം പരമാവധി നേരത്തെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ വിരുദ്ധം കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ മഗ്‌രിബിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. അശാ അങ്ങനെയാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിച്ചാൽ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ട്.
നമ്മൾ ഉറങ്ങാൻ വേണ്ടി ബെഡിൽ പോകുമ്പോഴേക്ക് നമ്മുടെ വയറ്റിലുള്ള ഈ ദഹന പ്രക്രിയ നടത്തുന്ന സാധനങ്ങളുണ്ടല്ലോ, ഓരോ റൂട്ടി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് കഴിയണം. എന്നല്ല നമ്മൾ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഇവരിങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ നമ്മളെ ഉറക്കം എന്താവില്ല, വേണ്ടത് സ്വസ്ഥമാവില്ല. അത് ആരോഗ്യപരമായ ചില തകരാറുകൾ ഉണ്ടാകാൻ കാരണം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പിന്നെ ചെയ്തിട്ടില്ല ഹറാമായ സംഗതി ഒന്നല്ല. ആരോഗ്യ സംരക്ഷണത്തിൽ വേണ്ടുന്ന സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം. അൽ ഹിമ്യത്തു റഅ്സു കുല്ലി ദവാ, പഥ്യം പാലിക്കുക എന്നത് എല്ലാ മെഡിസിന്റെയും എല്ലാ ചികിത്സയുടെയും ഹെഡാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവിടെ രണ്ട് അർത്ഥം. ഒന്ന്, നന്നായി പറഞ്ഞ പോലെ നന്നായി ചവച്ചരക്കണോ ഒന്ന്. മറ്റൊരർത്ഥം, നമ്മൾ ഒന്നിച്ച് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഭക്ഷണം, അതായത് ചില ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് താളം പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അടുത്തുള്ള ആളുകൾക്ക് വല്ലാതെ അരോചകമായി തോന്നും. അത് പാടില്ല. മലവ് നന്നാക്കുന്നത് നല്ല, ആർക്കും ഒരു അടുത്തിരിക്കുന്ന ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ചവക്കണോ. അതിന്റെ ചവക്കൽ നന്നാക്കണം. ഒന്ന് നന്നായി ചവച്ചിറക്കണം, മറ്റൊന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത അരോചകമാകാത്ത നിലക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം ചവക്കണം. وما لم يبتلعها لم يمد اليه لم يمد اليد الى الاخرى. നമ്മുടെ വായിലിട്ട ഭക്ഷണം അതൊരു പകുതി ചവച്ചില്ല, അപ്പോഴത്തേക്ക് പിന്നെ ഭാര്യ ഇങ്ങനെ കൊണ്ടാക്കി അങ്ങനെ ചെയ്യരുത്. ആ ചവച്ച വായിലിട്ട ഭക്ഷണം അങ്ങോട്ട് ചവച്ച് ഇറക്കുന്നത് വരെ എന്ത് ചെയ്യരുത്, രണ്ടാമത്തെ പിടിയെടുക്കരുത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുള്ള ആദാബുകൾ പറയുന്നത് നമ്മളതൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. അത് ഒരു തിരക്കൂട്ടലാണ്. ആ തിരക്കൂട്ടൽ പാടില്ല. എല്ലാത്തിനും തിരക്കാൻ മനുഷ്യൻ. തിരക്കാക്കേണ്ട ചില സംഗതികളുണ്ട്. എന്താണ്? ഒന്ന്, നിസ്കാരത്തിന്റെ സമയമായാൽ വേഗം നിസ്കരിക്കാം. അജലത്ത് മധുമമാണ് 3 സംഗതികളിൽ ഒഴികണം. അതുപോലെ അൽ അയ്യമു ഇദാ വജത്തലഹ കുഫുഅൻ, നമ്മുടെ മക്കള് അല്ലെങ്കിൽ പെങ്ങന്മാർ അവർ വിവാഹ പ്രായത്തിൽ അതിന് അനുയോജ്യമായ ഭർത്താക്കന്മാരെ കണ്ടെത്തിയാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് അത് വഹിക്കാൻ പാടില്ല, ലൈറ്റാക്കാൻ പാടില്ല, വേഗം അവരെ കെട്ടിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഭക്ഷണത്തെയും ആക്ഷേപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യഈബു മഅകൂലൻ കാന ഇദാ അഅജബഹു അകലഹു വഇല്ലാ തറകഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണവും ചിലപ്പോൾ ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യമാരും വീട്ടിലുള്ള മറ്റു ഒത്താശക്കാരും നമുക്ക് ഒരു ബാധ്യതയും അവർക്കില്ലാതെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പോ ഏത് കുക്കിനോ എന്താവും എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ കയ്യാബദ്ധമൊക്കെ സംഭവിക്കുമല്ലോ. അതൊന്നും അവർക്ക് പാടില്ല. നമ്മളെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ സംഭവിക്കുക പ്രശ്നമല്ല. അവരിൽ നിന്ന് അഥവാ എന്തോ തിരക്കും ബത്തപ്പാടിന്റെ ഇടയിൽ ഉപ്പിടുക മറന്നുപോയതോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപ്പിട്ട് പോവുകയോ എന്തൊക്കെ ചെയ്താൽ പിന്നെ അതിൽ ചേർക്കുന്ന ചേരുവ മുളക് അല്പം ജാസ്തിയായി പോയാൽ, മുളക് ജാസ്തിയാകുന്നതിനല്ല കുരുമുളക് ഉപയോഗിച്ചാൽ മതി. കുരുമുളക് എന്ത് ചെയ്യാ, വെക്കുക, അതിന്റെ മറ്റേ മുളക് വാങ്ങിയിട്ട് പള്ളക്ക് കേട് കിട്ടുക. അതാണ് നമ്മുടെ പരിപാടി. എന്ത് ചെയ്യാ, കുരുമുളകല്ലേ കറുത്ത പൊന്ന അത്ര നല്ലൊരു സാധനം എന്തായാലും ഒന്നാം തരം സാധനമാണ് കുരുമുളക്. അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെന്ത് ചെയ്യാ, സൂക്ഷിച്ചവിടെ വെച്ചിട്ട് നന്നായിട്ട് കഴിച്ചോടി. 22 കുഴപ്പമില്ല. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഗ്യാസിന്റെ ഇടങ്ങാറുണ്ടാവില്ല, വളരെ നല്ല. മറ്റേ മുളക് ഉണ്ടല്ലോ, അത് എത്ര കഴിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ വയറ്റിനൊക്കെ തകരാറ് പറ്റും.
അപ്പൊ ഏതായിരുന്നാലും അപ്പൊ കുറച്ച് മുളക് കൂടി പോവോ എന്തെങ്കിലും ചെയ്താല് നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉപ്പ് രണ്ടു കൂടി ഇട്ട് വയ്ക്കുന്നു അല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ലോകത്തിലും സന്തോഷത്തിലും അങ്ങോട്ടും കൂടെ ചിരിച്ചും കളിച്ചിട്ടല്ലൊക്കെ അത് പറഞ്ഞാല് നല്ലതാണ്. കാരണം അല്ല പിന്നെ അത് എന്താ ആവർത്തിച്ച് ബാധിക്കാൻ വേണ്ടി ദീപൻ എന്ത് ചെയ്യാം പറയാ. അതേ സമയത്ത് അവരെ ഒരു ആക്ഷേപിച്ച് എന്ത് ചെയ്യാം, കുറ്റപ്പെടുത്തി മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒന്നും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു തങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങൾ കഴിക്കും, അല്ലെങ്കിൽ വേണ്ട നോക്കും. നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം എല്ലാം നമ്മുടെ കഴിക്കൽ വുജൂബൊന്നുമില്ല. ചില സദ്യകളിലൊക്കെ സദ്യയാകുമ്പോ ഒരു ളിയാഫത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗസ്റ്റിന് കൊടുക്കുന്ന ഭക്ഷണം ചിലപ്പോ അത് എല്ലാ ഐറ്റംസുകളൊക്കെ ആക്കേണ്ടി വരും. അതൊരു ആതിഥ്യ മര്യാദയാണ്. ഇപ്പൊ നമ്മളൊരു സദ്യയിൽ പങ്കെടുത്താല് അവിടെ പല ഐറ്റംസും ഉണ്ട്. ചിലപ്പം വയറ്റിൽ നിന്ന് കുത്തു കഴിയുന്ന യാചൊക്കെ ഉണ്ടാവും. പോയി വേറെ, ആട് വേറെ, മറ്റേ പോത്ത് വേറെ, അങ്ങനെ പല കൊഞ്ചം അങ്ങനെ എല്ലാ അത് മുഴുവനും നമ്മുടെ കൈക്കൽ ബുദ്ധിമുട്ടുണ്ടാവും. നിർബന്ധമില്ല. നമ്മക്ക് പറ്റുന്ന പറ്റാത്തൊക്കെ നമുക്കറിയാലോ. അതനുസരിച്ച് കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. എല്ലാം ഭാര്യ വെച്ച് തിന്നാൻ പാടില്ല. ചില ആളുകളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എവിടെയായിരുന്നാലും നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല. ചില യാത്രകളിലൊക്കെ ഈ ഭക്ഷണം ബഫേ ഉണ്ടാവും, എത്രയും വേണ്ട പോലെ എടുത്തു തിന്നാം. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോൾ വെച്ചാല് എല്ലാം നല്ല ഉഷാറായിട്ട് തോന്നും. അതും എടുക്കണം, ഇത് എല്ലാം കൂടി എടുത്തിട്ടൊക്കെ ഉണ്ടാവും. 4 ആൾക്ക് തിന്നുണ്ടാവും. അങ്ങനെ കുറെ തിന്നിട്ട് മടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊട്ടയിൽ തട്ടുന്നത്, വേസ്റ്റിൽ തള്ളുന്നത് വളരെ വലിയ അക്രമമാണ്. അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണ്. നമ്മളെ വീടുകളിൽ ചില പേർക്ക് വല്ലാതെ എന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാവും. ഉച്ചക്ക് കുറച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി ആരെങ്കിലും ഒന്നിൻ്റെ കൂടി ഒന്നായി പോയിക്കണ ഉണ്ടാക്കി അത് നല്ല ഭദ്രമായി വെച്ച് രാത്രിയിലും അത് ഉപയോഗിക്കുന്ന രൂപമാണെങ്കിൽ പ്രശ്നമില്ല. ചിലര് മനസ്സിലാക്കി എത്രയും വെച്ചിട, അതെന്താ അങ്ങനത്തെ പയ്യില്ലേ, ഇങ്ങനെ പറഞ്ഞ ആടില്ലേ, അങ്ങനെ പറഞ്ഞ പോയില്ലേ, അതുകൊണ്ട് അവസ്ഥകൾക്കൊക്കെ അങ്ങ് കൊടുക്കാം. അതും പറ്റൂല. ബാക്കി വന്നാൽ അഥവാ കൃത്യമായി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ നടക്കൂല. ചിലപ്പം പോളിങ് കൂടുതൽ ഉണ്ടാകും, പോളിങ് കുറയും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഒരു അത്ര കൃത്യമാക്കാൻ കുറച്ചൊക്കെ വേസ്റ്റായി പോയാൽ അത് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ജീവികൾ മനുഷ്യന്മാർക്ക് കൊടുക്കണോ, മനുഷ്യന്മാർക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികൾ കൊടുക്കണം. അതേ സമയത്ത് ഈ ന്യായം പറഞ്ഞുകൊണ്ട് സാരയില്ല, അപ്പുറം പശുണ്ട് ഇപ്പുറം ആടുണ്ട്, അതിനൊക്കെ അങ്ങ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം അനാവശ്യമായി ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉദാഹരണത്തിന് ചോറ് വെക്കാൻ അരിയെടുക്കുമ്പോ അളന്നിട്ടെടുക്കണം. എങ്ങനെ സാധാരണ നിലയിൽ വീട്ടിലുള്ള എന്തെങ്കിലും നാഴിയോ അതുപോലത്തെ എന്തെങ്കിലും പാത്രം കൊണ്ട് അളന്നിട്ട് എടുക്കണം. ഇതൊക്കെ ഹദീസ് പഠിപ്പിച്ചാണ്, വ്യക്തമായിട്ട് അളക്കണം. ഭക്ഷണ സാധനം എടുക്കുമ്പോ അരി എടുക്കുമ്പോഴൊക്കെ അളന്നിട്ടെടുക്കണം. അളന്നിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അളന്നു നോക്കാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ബാക്കിയുള്ള അത് തവക്കുലിന്റെ കുറവാണ്, അപ്പൊ ബർക്കത്ത് കുറഞ്ഞു. ഇനി എത്ര ഉണ്ടെന്ന് നോക്കി ബാക്കി അളന്നു നോക്കണം. അതാണ് തന്നെ വെച്ചാൽ മതി. പിറ്റേന്ന് എടുക്കുമ്പോ എന്ത് ചെയ്യാ, അളന്നിട്ടെടുക്കണം. അങ്ങനെ ലിമിറ്റില്ലാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കരുത്. അഥവാ ഭക്ഷണം അല്പം കൂടിപ്പോയാൽ നമ്മൾ കുറച്ച് പഴയ എന്തായാലും കുളിച്ചു തിന്നണമെന്നല്ല നമ്മൾ പറഞ്ഞു, കുളിച്ചു തിന്നണ്ട. അതേസമയത്ത് ഉച്ചക്കത്തെ ഭക്ഷണമാണ് പറയുമ്പോഴത്തേക്ക് പോകാൻ പാടില്ല. ഉച്ചക്കത്തെ ഭക്ഷണം കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പിന്നെ ചൂടാക്കിയതൊന്നല്ല. ഇപ്പൊ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥ, കുളിച്ചൊന്നും പോയിക്കില്ല, ഒന്നുമില്ല. ആ ഭക്ഷണം രാത്രി കൊണ്ടുവന്നാല് നമ്മൾ എന്തിനാ മുഖം ചുളിക്കേണ്ട ആവശ്യം എന്താ? ആ ഭക്ഷണം തന്നെ കഴിക്കണം. എപ്പോഴും തനക്കും എന്ന് പറയുന്ന ഈ ആഡംബരവും സുഖവും പതിവാക്കരുത്. അതാ ഭക്ഷണ കാര്യങ്ങളിലും ഡ്രസ്സിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇന്നിപ്പോ അതന്നെ മതി, ഇനി ആദ്യം ഉണ്ടാക്കണ്ട. കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ സൗകര്യം ചെയ്തു കൊടുക്കണം. പിന്നെ കുറച്ച് ചോറില്ലേ ഇവിടെ, സാധാരണ മതി, നമുക്കൊരു ബ്രെഡ് വാങ്ങാം എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഇത് ചെറിയ പണിയല്ല. ഇപ്പൊ കോടതി വിധിച്ചാണ് 30,000 രൂപ ശമ്പളം കൊടുക്കണം.
എനിക്ക് എന്റെ ഭാര്യ അത് വെറുതെ അങ്ങോട്ട് തമാശ എന്ത് വിട്ടു വന്ന് അത് നോക്കിട്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, എന്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് ഫോർവേഡ് അയച്ചു തന്നു. വളരെ സന്തോഷമായി. പിന്നെ അതിന്റേതായ മറുപടി ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, വേറെ വിഷയം. പിന്നെ അപ്പൊ അങ്ങനെ അത് നമ്മൾ കാണണം. ഇത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മുഹന്തി കളിച്ചിട്ട് ഓലിക്കൊരു വിലയില്ല. ഇവൻ പോയിട്ട് എന്താ ഇതുണ്ടല്ലോ ഭക്ഷണത്തിന് ക്യാഷ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, അത് ഭയങ്കര എടുത്ത് പറഞ്ഞു ഇങ്ങനെ വിചാരിക്കുന്ന നേരം കൊടുക്കും പോയിട്ട് ഇവിടെ എന്തെല്ലാം കളിയാടുന്നെങ്കിൽ അത് മാത്രം ഉണ്ടാവാ. എന്തെല്ലാം വേണം, അകം വൃത്തിയാക്കണ്ടേ, തുടക്കണ്ടേ, 2-3 ദിവസം തുടക്കാണ്ടെന്നോ കണ്ടിരിക്കണ്ടേ, നാളെ ഇതങ്ങ് എടുക്കാനാവില്ല. അതുപോലെ മുറ്റടിക്കണ്ടേ, അതുപോലെ ചിലപ്പോ കോയിനെ പോരുന്നുണ്ട്, അതിനെ നോക്കണ്ടേ. ഇല്ലല്ല, ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, ആ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, കുളിപ്പിക്കേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അതുപോലെ കൊണ്ട് ഇരുത്തി കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവും, പിന്നെ എന്നെ മനസ്സിൽ കൊടുക്കേണ്ട കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചുറ്റുപാടുകൾ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ട്. അത് നമ്മൾ അറിയണം, നമ്മൾ കാണണം. എപ്പോഴും ആ ഒരു മാന്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മളൊരു വെപ്പാട്ടി പോലെ അല്ലെങ്കിൽ ഒരു പണിക്കാരനെ പോലെ ഒരിക്കലും ആക്കാൻ പാടില്ല. ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ഒരുപാട് അധ്വാനല്ലേ എന്നൊക്കെ പറഞ്ഞാല് അവരുടെ ആ ഒരു ഭാരമൊക്കെ ഒരുപാട് കുറയും. അത് പല ആളുകളുടെ നാവൊന്നും വരൂല, ഭയങ്കര ഒന്ന് പ്രശംസിച്ചാൽ നല്ലതാണ്. അതുകൊണ്ടൊന്നും ഇവിടെ കൈപോകും ചെയ്യില്ല. നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. നിങ്ങൾ ഒരു അധ്വാനത്തിലല്ലേ നിങ്ങളിപ്പോ നയിക്കുന്നു അല്ലെ എന്നല്ല ഒരിങ്ങോട്ടും പറയും. നമ്മൾ അങ്ങോട്ട് പറയുമ്പോ ഒരിങ്ങോട്ടും പറയും, നിങ്ങൾ ഏത് കാലം നയിക്കുന്നു, എപ്പോഴെങ്കിലും ഉണ്ട് ഒരു വിശ്രമം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അത് വല്ലാത്തൊരു എനർജി നമുക്ക് ഉണ്ടാവും, രണ്ടു കൂട്ടർക്കും ഉണ്ടാവും, ഭാര്യക്കുണ്ടാവും, ഭർത്താവിനുണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഭക്ഷണത്തെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ തിന്നാ. ഞാൻ നേരത്തെ പറഞ്ഞോ, കണ്ടതെല്ലാം തിന്നോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്ന മാഇദയിൽ സദ്യയില് ഉടുമ്പിന്റെ മാംസം ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിന്നില്ല. പക്ഷെ നിങ്ങൾ കഴിച്ചോളൂ. ഇനി നമ്മൾ ആ ഭാഗത്തൊന്നും ആ ഭക്ഷണം ഇല്ല, അതുകൊണ്ട് ഞാനത് എനിക്ക് മനസ്സിൽ ഒക്കുന്നില്ല, ഹറാമൊന്നല്ല, തിന്നതിന് കുഴപ്പമൊന്നുമില്ല. നബി തങ്ങളുടെ തങ്ങളുടെ സദ്യയിൽ അത് കഴിച്ചിട്ടുണ്ട് മുടുമ്പ്, പക്ഷെ തങ്ങൾ തിന്നിട്ടില്ല. അതേ സമയത്ത് ദുബ്ബാഇ എന്ന് പറയുന്ന ചൊരങ്ങക്ക് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു ജാഗ്രത ഓർമ്മയില്ല, ചെറിയ ഓർമ്മയുണ്ട്. ഏതായാലും ആരായാലും ഒരു സഹാബി അനസ് റളിയല്ലാഹു എന്നാണ് ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഭക്ഷണം കഴിക്കുമ്പോ ഈ ചൊരങ്ങുള്ള കറിയാ, അതിങ്ങനെ അതിന്റെ കഷ്ണ ഇങ്ങനെ തെരഞ്ഞ് തിന്നാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ആ ചൊരങ്ങയോട് ഇഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ ചൊരങ്ങയോട് എനിക്കും പിന്നെ മരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചൊരങ്ങാന്ന സാധനമില്ലേ, അത് നല്ല പച്ചക്കറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു. അപ്പൊ ഭക്ഷണത്തെ ആക്ഷേപിക്കരുത്. ഭക്ഷണം ഇവിടെ ഇപ്പൊ മുന്നെന്ന് അവരവരെ മുന്നെന്ന് കഴിക്കാന്ന് പറഞ്ഞാല് പിന്നെ അതങ്ങനെ കൂടെ പറയേണ്ടതില്ല. 2, 3, 4, 5 ആളൊക്കെ ഒന്നിച്ചിരുന്നിട്ട് ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള സ്വഭാവം നമ്മുടെ നാടുകളിൽ നിന്ന് തീരെ എടുക്കപ്പെട്ടു. അറബികളുടെ മജ്‌ലിസുകളിലൊക്കെ അങ്ങനെയല്ല. ഞാനൊക്കെ പലപ്പോഴും മജ്‌ലിസുകളിൽ പങ്കെടുത്തിട്ട് ദിക്റിന്റെയും ബുറുദയുടെ ഒക്കെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ സൂപ്പർ വിരിച്ച് ഒരു തളുവേല ഭക്ഷണം കൊണ്ടുവരാം. കുറെ തളുകൾ ഉണ്ടാവും. അങ്ങനെ 5-6 ആള് ഒരു സ്ഥലത്ത് ഒരു തളുവേന്റെ ചുറ്റുപാട്. അതിൽ പ്രഗത്ഭരായ വലിയ വലിയ ആളുകളുണ്ടാവും, നേരെ ഇപ്പുറത്ത് പാവപ്പെട്ട ആളുകളുണ്ടാവും, അതുണ്ടല്ലോ വളരെ ദരിദ്രരായ ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് യാതൊരു വിഷമവും തോന്നില്ല. അദ്ദേഹത്തിന് വലിയൊരു അറബിന്റെ കൈ ഇവിടുന്ന് ഭക്ഷണം എടുക്കുന്നു, നേരെ ഇപ്പുറത്തുനിന്ന് വളരെ ഫഖീറായ സാധുവായ ഒരു മനുഷ്യൻ ഇപ്പുറത്തുനിന്ന് ഭക്ഷണം, ഒരിക്കലും വിഷമമില്ല. അങ്ങനെ 5-6 ആളുകൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മളെ മുന്നിൽ തന്നെ നമ്മൾ കഴിക്കണം, അങ്ങോട്ട് കൈ നീട്ടാൻ പാടില്ല. ഒരേ ഇതിലുള്ള ഭക്ഷണമാണ്, റൈസാണ്, അതുപോലെ തന്നെ മാംസം അടക്കം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യരുത്, അവരുടെ മുന്നിൽ നല്ലാതെ കഴിക്കാൻ പാടില്ല.
ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ അവിടുത്തെ സംരക്ഷണത്തിൽ അവിടുത്തെ ശിക്ഷണത്തിൽ ഞാൻ വളരുകയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അതുപോലെ എനിക്ക് പഠിപ്പിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കാനത്ത് യദീ തസീസു ബിസ്സഹ്, എന്റെ കൈ ഭക്ഷണ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ പായും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു, അത് മോനെ കുൽ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ പേര് ചൊല്ലി ബിസ്മി ചൊല്ലിക്കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക. കുൽ മിമ്മാ യലി, നിന്റെ മുന്നിലുള്ള നേരെ അടുത്തുള്ള ആ ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് അദബ് പഠിപ്പിച്ചു എന്ന് ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേ സമയത്ത് കുറെ ഫ്രൂട്ട്സുകള് കട്ട് ചെയ്തിട്ടിട്ട് പലതും പല ഭാഗത്തും ഉള്ളത്. അങ്ങനെയാകുമ്പോ ഒരാൾക്ക് കിട്ടുന്ന തീർത്തും ആപ്പിള് തന്നെ, വേറെ കിട്ടുന്ന തീർത്തും കിവി തന്നെ, വേറൊരാൾക്ക് കിട്ടുന്ന തീർത്തും അത്തിപ്പഴം തന്നെ. ശരിയാവും. അപ്പൊ എന്ത് ചെയ്യാൻ കുറച്ച് നീട്ടിട്ട് അത്തിപ്പഴങ്ങൾ ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും മാങ്ങാൻ കുഴപ്പമില്ല. അതാ അങ്ങനെ വാക്കിഹത്ത് ആകുമ്പോ അവനക്ക് കൈ ചുറ്റിക്കാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പറഞ്ഞ നിർദ്ദേശമാണ്. കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ നേരത്തെ കുൽമിമ്മ യലീക എന്ന് പറഞ്ഞ തങ്ങൾ തന്നെ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ആ തളികയുടെ പല ഭാഗത്തേക്കും നീങ്ങി. അപ്പൊ ഫാത്തിഹത്തൊക്കെ കഴിക്കുമ്പോ ഒരാള് ഒരൈറ്റം മാത്രം നിന്ന് വേറൊരാള് വേറൊരൈറ്റം മാത്രം, അങ്ങനെ ആകരുത്. എല്ലാവർക്കും എല്ലാ ഐറ്റവും കിട്ടാൻ വേണ്ടി അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ട്, വിരോധമില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വേറെ എനിക്ക് അരോചകമായി തോന്നുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അത് ജമാഅത്തായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദാബുകൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. ولا يوضع على الخبز كسعة ولا غيرها إلا ما يأكل به. قال صلى الله عليه وسلم أكرموا الخبز فإن الله تعالى أنزله من بركات السماء. അതുപോലെ ഭക്ഷണ സാധനത്തിനെ നമ്മൾ ആദരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കൊടുക്കുക, സല്യൂട്ട് ചെയ്യൊന്നും വേണ്ട. അതേ സമയത്ത് ഭക്ഷണ സാധനത്തിന് മേലെ വേറൊന്നും കൊണ്ടുപോയി വെക്കുക, പൊറാട്ടേന്റെ മേലെ വേറൊന്നും കറി എടുക്കുക, അതൊക്കെ അതിനല്ല ഓരോന്നിന്റേതായ ഒരു സ്റ്റാറ്റസും അതിൻ്റെതായ സ്ഥാനമാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഖുബ്സ് പ്രത്യേകിച്ചും നബി തങ്ങൾ പറഞ്ഞു, പിന്നെ അക്രിമുൽ ഖുബ്സ ഫഇന്നല്ലാഹ തആല അൻസലഹു മിൻ ബറകാത്തിസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ബറകാത്തിലൂടെയാണ് അല്ലാഹു അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുബ്സ് ഖുബൈസ് എന്നാണ് അവർ പറയാ. ഖുബൈസ് ഖുബൂസിന്റെ ഖുബ്സ് ആണ് അതിന്റെ ശരിയായ ഭാഷ. ഖുബ്സ് പത്തിരി റൊട്ടി എന്നൊക്കെ പറയും. അപ്പൊ ഭക്ഷണ സാധനത്തെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായ നിലവാരം കണ്ടുകൊണ്ട് അതിനെ ആദരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കൈമിൽ കുറച്ച് അതെന്ത് ചെയ്ത് പത്തിൽ മിനി ഇങ്ങോട്ട് അരച്ച് അല്ലെ റൊട്ടി മിനി അങ്ങനെ ഇറക്കാൻ പാടില്ല. അങ്ങനെ ഇറക്കേണ്ട സാധനമല്ല, അത് ചെയ്യാൻ പാടില്ല. وقال صلى الله عليه وسلم إذا وقعت لقمة أحدكم فليأخذها وليمت ما كان بها من أذى ولا يدعها للشيطان. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല വൃത്തിയുള്ള ഇപ്പൊ ഉണ്ടല്ലോ ഇസുപ്പറ, അതൊക്കെ വിരിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മുന്നിൽ വീണുപോയാൽ അതങ്ങനെ തന്നെ തള്ളാൻ പാടില്ല. നബി തങ്ങൾ പറയാണ്, ഇദാ വഖഅത് ലുഖ്മത്തു അഹദികും, നിങ്ങളുടെ ഒരാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിടി ഭക്ഷണം വീണുപോയാൽ ഫൽയഖുദ്ഹാ, അത് അവൻ എടുക്കണം. വൽയുമിത്തു മാ കാന ബിഹാ മിൻ അദൻ, അവിടെ വീണ വകയിൽ എന്തെങ്കിലും വേണ്ടാത്ത വസ്തുക്കൾ അതിൽ വരണ്ടിട്ടുണ്ടെങ്കിൽ വല്ല അതയും ഉണ്ടെങ്കിൽ അത് അവൻ നീക്കട്ടെ, എടുത്ത് മാറ്റട്ടെ, എന്നിട്ടത് കഴിക്കട്ടെ. അത് ശൈത്വാനിന് വിട്ടുകൊടുക്കരുത്. അപ്പൊ ശൈത്താന്റെ ഇടപെടൽ ഉണ്ടാവും. ശൈത്വാൻ ഇടപെടാൻ അവനിക്ക് അധികാരമുണ്ട്.
واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. സൂറത്തുൽ ഇസ്രായിലാണ് പറഞ്ഞത്. അധികാരം കൊടുത്ത വിട്ടുവിടാ എന്ന് ചെയ്ത. പക്ഷെ എന്തുണ്ട്? പ്രൊട്ടക്ഷൻ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിമകൾ ഇന്റെ ഒരു തന്ത്രവും നടക്കൂല, ഒരു അധികാരമില്ല. അവനെ ചെറുക്കാനുള്ള കവചം എന്താണ്? അതിന്റെ സേഫ്റ്റി എന്താണ്? ദിക്റാണ്, അല്ലാഹുവിന്റെ ദിക്റാണ്. ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഒരടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സില് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയോ? നിബിധങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിബിധങ്ങളും സഹാബത്തും ഉണ്ടാവുമോ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്. വലിയ ആളുകൾ തുടങ്ങാൻ കാത്തു. അപ്പൊ ഇവര് ബിസ്മി ചൊല്ലി തുടങ്ങുന്നതിന്റെ മുമ്പ് ബിസ്മി ചൊല്ലാതെ ആ ഭക്ഷണത്തിൽ കൈകുത്താൻ വേണ്ടി, ഇത് മുസ്ലിമിന്റെ ഹദീസാണ്, എന്ത് ചെയ്തു? ഒരറാബിയുടെ രൂപത്തില് ഒരറാബിയെ എന്ത് വേക്കുന്ന ആരോ പിടിച്ചുന്തുന്നത് പോലെ ഇങ്ങോട്ട് വന്നു. നിബിധങ്ങൾ എടുത്തു. ആ അറാബി പോയപ്പോ വേറൊരു ജാരിയ, ഒരു പെൺകുട്ടി വേക്കുന്ന ഒരാള് ഇന്നെന്ന് എന്ത് ചെയ്ത് ഉന്തി മുന്നോട്ടേക്ക് തള്ളുന്നത് പോലെ കൈകുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ശൈത്താൻ എന്ത് ചെയ്താണ്? നമ്മള് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാല് അതിൽ മൂപ്പർക്ക് പങ്കെടുക്കാനാവില്ല. മൂപ്പരെ ഫുഡ് അന്ന് നമ്മളെ ഉണ്ടാവില്ല, ഒരടി വേണ്ടി വരും. അതുകൊണ്ട് അവനിക്ക് ഈ ഭക്ഷണം ഹലാലാക്കാൻ ബിസ്മി ചൊല്ലാതെ അതിൽ കൈകുത്താൻ വേണ്ടി ഈ അറാബിയെയും ആ ജാരിയത്തിനെയും കൊണ്ടുവന്നതാണ്. അതാണ് ഞാൻ തടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊന്നും തമാശ കളിയൊന്നല്ല. ശൈത്താന് ദിക്ർ ചൊല്ലിയാൽ ഓൻ വരൂല. ഞാൻ പറഞ്ഞില്ലേ, വാതില് അടക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ അടച്ചാൽ നിങ്ങൾ ലോക്കൊന്നും ചെയ്യണ്ട, കള്ളം വരുമായിരിക്കും. അതേ സമയത്ത് ശൈത്താൻ എന്താവൂല, നല്ല ഒരു മാന്യത കാണിക്കും. ബിസ്മി ചൊല്ലിയിട്ട് അടച്ചല്ലേ വരൂല, ഉറപ്പാ. ശൈത്താൻ തുറക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഏത് ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ ചാരിയാൽ ഒരു ലോക്കവും ഇല്ലെങ്കിലും ശൈത്താൻ തുറക്കൂല. അതുപോലെ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിയൂല, ഓൻ ഇടപെടൂല. ഓൻ ഇടപെട്ടാ ഇപ്പൊ എന്താ ഉണ്ടാവുക? ഇടപെട്ടാ പല സംഗതികളുണ്ടാവും. ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഭക്ഷണം കഴിച്ചിട്ട് എന്തായി? സാധാരണ നടക്കുന്ന വിരുതൊന്നും നടക്കാനില്ല, ഉറക്കം തൂക്കി പോയി കിടന്ന് അപ്പാടം ഉറങ്ങിപ്പോയി സുബഹി വാങ്ങും മാറിയെന്ന് അന്നത്തെ തഹജ്ജുദും പോയി. ഇതൊക്കെ പോയാ ചെറിയ നഷ്ടാണോ? അത് ഈ ഒരു പിശാചിന്റെ ഇടപെടൽ കൊണ്ട് ആകാം. അതുകൊണ്ട് എപ്പോഴും ദിക്റുല്ലാഹി ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ, അത് നമ്മുടെ പതിവാക്കിയാൽ എല്ലാ ശൈത്വാനിൽ നിന്നും നമുക്ക് സേഫാണ്, സംരക്ഷണമാണ്. അപ്പോൾ അതാ നബി തങ്ങൾ പറഞ്ഞു, വലാ യദഹനി ശൈത്വാൻ വലാ യംസഹു യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅഖ അസാബിഅഹു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ സാധാരണ തോർക്കുന്ന തോർത്തിൽ, ടവൽ പോലോത്തതിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലോത്തതിൽ അങ്ങനെ തന്നെ കൈ തുടക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണം? അതേ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചതാണ്. ഭക്ഷണം കഴിച്ചാൽ നന്നായി വിരല് നന്നായിട്ട് ഈമ്പി നക്കി തുടക്കണം. അവനവൻ ഭക്ഷണം കഴിച്ച അവനവന്റെ കൈയിന്റെ വിരളിയുമ്പോ ഇനി വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവളെ കൊണ്ട് ഈമ്പിക്കാം, ഭാര്യയെ കൊണ്ട് ഈമ്പിക്കാം, ശിഷ്യന്മാരെ കൊണ്ട് ഈമ്പിക്കാം. അതിനൊന്നും മെനക്കേണ്ട. അവരവരെന്ത് ചെയ്താൽ മതി? നന്നായി നന്നായിട്ട് ഈമ്പി എടുക്കുക, ഒരു സാധനം ബാക്കി വെക്കാതെ. അത് നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ ഉപകാരപ്പെടും. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യി തആമിഹിൽ ബറക. അവൻ കഴിച്ച ഭക്ഷണം കുറെ കഴിച്ചിട്ടുണ്ട്, കുറെ പ്ലേറ്റിൽ ബാക്കിയുണ്ട്, പിന്നെ കൈമലും കുറെ ഉണ്ട്. എവിടെയാണ് ഈ ഭക്ഷണത്തിന്റെ ബറക്കത്ത് എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ബിശൈഇ.
ഒരു വസ്തുവിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ ഖൈർ എന്താകുക, നിലകൊള്ളുക എന്നതാണ്. അപ്പൊ എവിടെയാണ് ഈ ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണ് ബറക്കത്തുള്ളതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവനും വിരലിൽ ആയത് നക്കി തുടക്കണം. കൈയിന്റെ അടിയിൽ ഒരു സാധനവും ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണ രീതി 3 വിരൽ കൊണ്ടാണ് തിന്നേണ്ടത് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ല 3 വിരൽ പോരാ, 5 വിരലും വേണം. 5 വിരലും എടുത്തു. എന്നാലും ഒരു കാരണവശാലും നമ്മുടെ കൈയിന്റെ ഈ കൈപ്പടം ഉണ്ടല്ലോ, കൈപ്പടത്തിൽ ഭക്ഷണത്തിന്റെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു അസറും ഒരടയാളവും ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വെള്ള തുണിയിൽ വിരലിങ്ങോട്ട് ഉയർത്തിയിട്ട് ഈ കൈപ്പടം ഒന്ന് തടവിയാൽ യാതൊരു തരത്തിലുള്ള അടയാളവും ആ വെള്ള തുണിയിൽ ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ കൈയിന്റെ അടിയിൽ ഒന്നും ആകാതെ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഇത് ഉരുട്ടണ്ടേ? എന്താ ചില ആളുകള് എന്ത് പോയത്തങ്ങൾ പലതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനിപ്പോ ഇങ്ങനെ കുറെ ചിന്തിച്ചു, കുറെ കവുങ്ങൂലെല്ലാം മുറിച്ചു കൊണ്ടുവന്നിട്ട് കുറെ ചെറുപ്പക്കാർ, നമ്മളെ ചെറുപ്പക്കാരാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലാഹു തആല എല്ലാരെയും നന്നാക്കട്ടെ, നല്ല ചിന്ത കൊടുക്കട്ടെ. വലിയ കവുങ്ങൊക്കെ മുറിച്ചു കൊണ്ടുവന്നിട്ട് 600ഉം 700ഉം ഒക്കെ അടി വിസ്താരമുള്ള വലിയ ബോർഡ് എന്നിട്ട് ഒരു നല്ല ഫോട്ടോ, ഒരു പന്തെല്ലാം കൈ പിടിച്ചിട്ട് ഇവന്റെ കാരണം പറയണ്ട കളിക്കുന്നത്. പോട്ടെ ഇവന്റെ നാട്ടുകാരനാ, ഇവന്റെ മഹല്ലത്തിൽപ്പെട്ട ആളാ, പോട്ടെ ഓന്റെ സംസ്ഥാനത്തിൽപ്പെട്ട ആളാ, പോട്ടെ ഓന്റെ രാജ്യത്തിൽപ്പെട്ട ആളാ. എന്ത് ബന്ധമാണോ അവനോടുള്ളത്? എന്ത് ബന്ധമാണ്? ഞാനും നിങ്ങളും ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചത് കൊണ്ട് ഇവൻ കാണോ? ഓനറിയോ? അപ്പൊ ഉള്ളിലുള്ള ഒരു താല്പര്യം, സ്നേഹമല്ലത്. ഈ സ്നേഹം നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാർ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? റസൂലുള്ളാഹിന്റെ ജന്മമാസം വന്നിട്ട് ഒരു തോരണം കെട്ടുമ്പോഴത്തേക്ക് അതിന് ആൾക്കാർ ഒരുപാടുണ്ടാവും. ലക്ഷക്കണക്കിന് ഉറുപ്പിക, 1000 1000 ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് പല സ്ഥലത്തും ഈ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി പൂർത്തടിക്കുന്നത്. എത്ര രോഗികളാണ് മെഡിസിൻ വാങ്ങാതെ അലയുന്നത്? എത്ര പേരാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയ രണ്ടാമത്തെ നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നത്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്ര ആളുണ്ട്? വീട് വെക്കാൻ കഴിയാതെ ചെറ്റക്കുടിയിൽ താമസിക്കുന്ന എത്ര ആളുകളുണ്ട്? നനഞ്ഞൊലിക്കുന്ന എത്ര ആളുകളുണ്ട്? അവിടെ എവിടെയൊക്കെ പോയി കിടക്കുന്ന ആളുകളുണ്ട്. ഒന്നിനും കേട്ടില്ല. യുദ്ധം തുടങ്ങിയേക്ക്, ഹോർമോസ് അടച്ചേക്ക്, അങ്ങനെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പല ഇതും പറയും. ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, എല്ലാവരും പൈസ ഉണ്ട്. അതുകൊണ്ട് ആക്ഷേപിക്കുന്നതല്ല, കുറ്റപ്പെടുന്നല്ല, വൈരാഗ്യവും വാശിയൊന്നല്ല. നമ്മൾക്ക് അല്ലാഹു തആല തന്ന ബ്രെയിന് കൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എടുക്കുന്ന പണി എന്താ. അല്ല മോനെ, ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ, ആ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടണമെന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാനധർമ്മം അത് കൊടുത്താൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട സാമ്പത്തികമായ കഴിവില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഹദിയായി, സദഖ എന്ന് പറഞ്ഞ ഹദിയായി ബഹുമാനിച്ചു കൊടുത്താൽ, ആ ഹബീബ് മദീന മുനവ്വറയിൽ നിന്ന് സന്തോഷിക്കുകയില്ലേ? നമ്മുടെ സ്വലാത്ത് അവിടത്തേക്ക് അഡ്രസ് സഹിതം എത്തിക്കപ്പെടുകയില്ലേ? ഈ ബോർഡ് വെച്ചത് അവൻ അറിയുന്നുണ്ടോ? അവർക്ക് കളിക്കുന്നവർക്ക് കാര്യമുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്, അവർ അറിയപ്പെടുന്നുണ്ട്. ഏത് വിധത്തിലാണെങ്കിലും അവരിങ്ങനെ അതേ മീഡിയകളിൽ വിളങ്ങുന്നുണ്ട്. അതേ സമയത്ത് ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്യാഷ് ചെലവഴിച്ച് ഈ വലിയ ബോർഡുകൾ സ്ഥാപിച്ചത് കൊണ്ട് എന്ത് ലഭിക്കാനാണ്? എന്ത് പ്രയോജനമാണ്? ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ്? ഇതൊന്ന് ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് ആവശ്യമുള്ള പണികളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാവശ്യവും ഇല്ലല്ലോ. അവരാരെങ്കിലും പറഞ്ഞോ? മറ്റു സംഗതികളൊക്കെ ചെയ്യണമെങ്കിൽ എത്ര അത് പറയണം, എന്തെല്ലാം
ഉത്ബോധനങ്ങൾ വേണം. ഇതിനാരും ഒരു പ്രശ്നമില്ല. അതുപോലെ ഈ കളി എവിടുന്നോ ആരൊക്കെയോ കളിക്കുന്ന കളി കാണല് ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പങ്കു കൊടുക്കുന്നൊന്നല്ല. അതേ സമയത്ത് ആ കളി കാണാനിരുന്നിട്ട് നീ പാതിരാ സമയത്ത് 2 മണി 3 മണി വരെ ഉറക്കൊഴിഞ്ഞിട്ട് സുബ്ഹിന്റെ സമയത്ത് അറിയാതെ നീ കിടന്നുറങ്ങിയാൽ അള്ളാഹുവിന്റെ സംയമനം കൊണ്ടും അവന്റെ ഇൽമ കൊണ്ടും അവന്റെ കൃപ കൊണ്ടുമല്ലേ നമ്മളെയൊക്കെ ബാക്കിയാക്കുന്നത്. എത്ര വലിയ നന്ദികേടാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിന് ഉറക്കൊഴിക്കാനോ, ആവശ്യമില്ലാത്തതിന് വെയിൽ കൊള്ളാനോ, ആവശ്യമില്ലാത്തതിന് ക്യാഷ് ചെലവഴിക്കാനോ പോകരുത്. അല്ലാഹു തആല തന്ന ക്യാഷ് അത് ചെറിയ സംഗതിയല്ല. ജഅലല്ലാഹു ലക്കും ഖിയാമൻ വലാ തുബ്തുസ്സുഫഹാ അംവാലകും അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങൾ ഒരിക്കലും സമ്പത്ത് ബുദ്ധിമോശമുള്ള ആളുകൾക്ക് കൊടുക്കരുതേ. അതേ കാര്യബോധമില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കരുതേ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ ക്യാഷ് കൊടുക്കല്ലേ. വേണ്ടത്ര ചിന്താശക്തിയും ബുദ്ധിയും ഇല്ലാത്ത സുഫഹാക്കൾക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കരുതേ. ഖുർആനാണ് വലാ തുബ്തുസ്സുഫഹാ അംവാലകും അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമാ. അത് അല്ലാഹു നിങ്ങൾക്ക് നിലനിൽപ്പാക്കിയിരിക്കുന്നു. 10 രൂപ വേണ്ടടുത്ത് 10 രൂപ ഇല്ലാതിരിക്കണം തിരിയണമെങ്കിൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ദുർഭാവങ്ങളും മാറ്റി ഞാൻ ആലോചിക്കുക, അത് ഈ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ്, വേറെ ആരായാലും കിട്ടൂല. അങ്ങനത്തെ ഒരു പണിക്കും കിട്ടൂല, അങ്ങനത്തെ ഒരു പോയത്തിനും വേറെ ആരെയും കിട്ടില്ല. നമ്മളെ സമുദായത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ടാണ് ചിന്ത കുറഞ്ഞു പോയതെന്നറിയില്ല. അള്ളാഹു നമുക്കും അവർക്കും എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കണം. പിന്നെയോ അൻയഖൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വേണം. ആ സ്നേഹമാണ്, ആ സ്നേഹം കിട്ടാൻ ആവശ്യമായ എല്ലാ ആളുകളെയും സ്നേഹിക്കണം.